ഇന്ത്യയുടെ ഔദ്യോഗിക കറൻസിയാണ് ഇന്ത്യൻ രൂപ, ഇന്ത്യൻ റുപ്പി, INR എന്നൊക്കെ നമ്മൾ പറയും. ലോകത്തിൽ തന്നെ ആദ്യമായി നാണയങ്ങൾ നിലവിൽ വന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഏകദേശം BC 6-ാം നൂറ്റാണ്ടിൽ തന്നെ. ആ ഇന്ത്യൻ റുപ്പിയുടെ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, പുരാതന കാലഘട്ടങ്ങളിൽ ബാർട്ടർ സമ്പ്രദായമൊക്കെയാണ് പണം നിലവിൽ വരുന്നതിന് മുമ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. തങ്ങളുടെ കയ്യിലില്ലാത്തതും ആവശ്യമുള്ളതുമായ വസ്തുക്കൾ ആവശ്യത്തിലധികമുള്ള ആളുകളുടെ കയ്യിൽ നിന്നും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം. 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ നാണയരൂപമായ പഞ്ച് മാർക്കഡ് കോയിൻസ് നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. നഗരവാസികളും വ്യാപാരികളും വ്യാപാരത്തിനും കച്ചവടത്തിനും ഈ നാണയങ്ങളാണ് ഉപയോഗിച്ചത്. മഗധ, അവന്തി, കോശല തുടങ്ങിയ രാജ്യങ്ങളാണ് ആദ്യകാല പഞ്ച് മാർക്ക് നാണയങ്ങൾ പുറത്തിറക്കിയത്. ഇവ വെള്ളിയിലും ചെമ്പിലുമാണ് പൊതുവായി ഉണ്ടാക്കിയിരുന്നത്. നാണയത്തിൻ്റെ ഒരു ഭാഗത്ത് വിവിധ ചിഹ്നങ്ങൾ അടിച്ചിരിക്കുന്നതിനാലാണ് പഞ്ച് മാർക്കഡ് എന്നതിൻ്റെ അർത്ഥം. ചിഹ്നങ്ങൾ പഞ്ച് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അടിച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് മൗര്യൻ രാജാക്കന്മാരുടെ ഭരണത്തിൽ നിയന്ത്രിതവും പൗരാണികവുമായ നാണയവ്യവസ്ഥ നിലനിന്നിരുന്നു. പഞ്ച് മാർക്ക് നാണയങ്ങൾ കൂടുതൽ അംഗീകൃത രൂപത്തിലാക്കുകയും ചെയ്തു. ഇതിനുശേഷം ഗുപ്ത രാജാക്കന്മാർ പുറത്തിറക്കിയ സ്വർണ്ണ നാണയങ്ങൾ ഇന്ത്യയിലെ പുരാതന നാണയങ്ങളിലെ ഏറ്റവും മനോഹരവും ശില്പസൗന്ദര്യപൂർണവുമായ ഘട്ടമായിരുന്നു ഈ സമയം. ഇവയെ ഇന്ത്യൻ നുമിസ്മാറ്റിക്സിലെ സുവർണയുഗം, ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ കോയിനേജ് എന്നുവരെ വിളിച്ചിരുന്നു. പിന്നീട് ഡൽഹി സുൽത്താൻ്റെ ഭരണകാലത്ത് നാണയങ്ങൾ മതപരമായ ശുദ്ധതയും ഭരണഘടനാപരമായ ആധിപത്യവും കൂടി കാണിച്ചു തരികയുണ്ടായി. ഇന്ത്യയിലെ നാണയ ചരിത്രത്തിൽ തികച്ചും വ്യത്യസ്തവും പുതിയൊരു അധ്യായവുമാണ് ഇവ. ഈ കാലഘട്ടം ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് കോയിൻസ് എന്ന പേരിലാണ് ചരിത്രത്തിലും അറിയപ്പെടുന്നത്. സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായി ദിർഹവും ചെമ്പ് നാണയമായി ഫൽസ് ആയിരുന്നു പ്രധാന നാണയങ്ങൾ. ഇതിനുശേഷം ഇന്ത്യയുടെ നാണയ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ഘട്ടത്തിലേക്കെത്തി. മുഗൾ സാമ്രാജ്യത്തിൻ്റെ നാണയവ്യവസ്ഥ, മുഗൾ കോയിനേജ് നിലവിൽ വന്നു. ഇതിലെ പ്രധാന നാണയമായ റുപ്പിയ വെള്ളിയും വലിയ മൂല്യത്തിൻ്റെ വ്യാപാരത്തിനും ദാനത്തിനുമായി മോഹൂർ സ്വർണവും ചെറിയ ഇടപാടുകൾക്കായി ചെമ്പിലുമായിരുന്നു ഉണ്ടായിരുന്നത്. പല കാലഘട്ടങ്ങളിലായി വന്ന മുഗൾ ചക്രവർത്തിമാരോടൊപ്പം നാണയത്തിൻ്റെ സവിശേഷതകളും മാറി. ബാബർ ചക്രവർത്തി അധികാരത്തിലായിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ പേരിലുള്ള അറബി, പേർഷ്യൻ എഴുത്തുകൾ അടങ്ങിയ നാണയങ്ങൾ ഇറക്കിയിരുന്നു. ഇത് ഹുമയൂണിൻ്റെ കാലഘട്ടമായപ്പോൾ ചില നാണയങ്ങളിൽ ഇസ്ലാമിക വിശ്വാസവാക്യങ്ങൾ, സ്ഥലം എന്നിവ ചേർത്തിരുന്നു. പിന്നീട് അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് മുഗൾ നാണയങ്ങളുടെ സ്വർണ്ണയുഗം എന്ന തലത്തിലേക്ക് എത്തിയത്. ഇദ്ദേഹം മതസാരാംശത്തെ അനുസരിച്ച് ചില നാണയങ്ങളിൽ ദൈവത്തിൻ്റെ പേരായ ഇല എന്നത് മാത്രം ഉപയോഗിച്ചു. മതചിഹ്നങ്ങൾ ഒഴിവാക്കുകയും പുതിയ രൂപകൽപ്പനയും ഭാഷയും വാർഷിക തീയതി, സ്ഥലം എന്നിവ പരാമർശിച്ചിരുന്നു. പിന്നീട് ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കലാസമ്പന്നമായ നാണയങ്ങൾ പുറത്തിറക്കുകയും ചന്ദ്രഗതി വർഷം, സൊഡിയാക് കോയിൻസ് പ്രകാരം 12 രാശികളെ പ്രതിനിധീകരിക്കുന്ന ചിരപ്രസിദ്ധമായ ചന്ദ്രരാശി നാണയങ്ങൾ സുന്ദരമായ ശൈലിയിൽ മുദ്രിച്ച സ്വർണ്ണ-വെള്ളി നാണയങ്ങളാക്കി ഇറക്കി. ഷാജഹാൻ്റെ കാലഘട്ടത്തിൽ കൂടുതൽ ചിഹ്നങ്ങളും അറബി, പേർഷ്യൻ എഴുത്തുകളും പുറത്തുവന്നു. ഔറംഗസേബിൻ്റെ കാലത്ത് മതവാദം ശക്തമായതിനാൽ കലാപരമായ ശൈലി കുറവായി. ആധുനിക ഇന്ത്യൻ റുപ്പിയുടെ ആധാരമായത് മുഗൾ റുപ്പിയാണ്. മുഗൾ കാലത്തെ മിൻറ്റിംഗ് സംവിധാനം ഇന്നും ഇന്ത്യൻ മിൻറ്റ് സിസ്റ്റത്തിന് മാതൃകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു അധ്യായമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കറൻസിയും നാണയവ്യവസ്ഥയും. 1600 കാലഘട്ടം മുതൽ 1858 കാലഘട്ടം വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ കറൻസി നയങ്ങളും നാണയ ഉൽപ്പാദനവും നിയന്ത്രിച്ചു. 1600-ൽ സ്ഥാപിതമായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 17-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ വ്യാപാരം ആരംഭിച്ചു. കമ്പനി തങ്ങളുടെ ചെറു സംസ്ഥാനങ്ങളിലായി ബോംബെ, മദ്രാസ്, കൽക്കട്ടയിൽ പ്രത്യേക മിൻറ്റ് ഹൗസുകൾ സ്ഥാപിച്ചു. ചെറിയ ഇടപാടുകൾക്കായി ചെമ്പ് പൈസയും പ്രധാന വ്യാപാര മൂല്യത്തിനായി വെള്ളി റുപ്പിയും ഉയർന്ന മൂല്യ നാണയങ്ങൾക്കായി സ്വർണവുമായ മോഹൂർ നാണയങ്ങളും ഉപയോഗിച്ചു. നാണയങ്ങളിലൊക്കെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന മുദ്രയും ബ്രിട്ടീഷ് ചിഹ്നങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. വർഷം 1835-ൽ 3 പ്രസിഡൻസികളായ ബംഗാൾ, ബോംബെ, മദ്രാസിൽ ഉള്ള വ്യത്യസ്ത നാണയങ്ങൾ ഏകീകരിച്ച് കമ്പനി മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സിംഗിൾ കോയിനേജ് സംവിധാനം കൊണ്ടുവന്നു. ഈ നാണയങ്ങൾ പേർഷ്യൻ ലിപിയിലെ എഴുത്തുകളുള്ളതുമായിരുന്നു. 1862-ൽ ബ്രിട്ടീഷ് രാജാവിൻ്റെയും റാണിയുടെയും ചിത്രമുള്ള നാണയങ്ങൾ പുറത്തിറക്കപ്പെട്ടു. പ്രധാനമായി 1 രൂപ, അര രൂപ, 1/4 രൂപ വെള്ളി നാണയങ്ങളും പൈസ്, അന്ന, പൈസ തുടങ്ങിയ ചെമ്പ് നാണയങ്ങളും
1, 2 മോഹൂർ പൊന്നാണയങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിക്കുകയും ഈ കമ്മീഷൻ ഇന്ത്യക്കൊരു കേന്ദ്ര ബാങ്ക് ആവശ്യമുണ്ടെന്ന് ശുപാർശ ചെയ്തു. ഈ ശുപാർശ അടിസ്ഥാനമാക്കി 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിയമമായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വർഷം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഒഫീഷ്യലായി പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായത്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ RBI ഭിന്നമായ ധനകാര്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും രാജ്യത്തെ ധനനയങ്ങൾ നിയന്ത്രിക്കുന്നതിനും രൂപീകരിക്കപ്പെട്ടു. തുടക്കത്തിൽ സ്വകാര്യ മേഖലയിൽപ്പെട്ട സ്ഥാപനമായിരുന്നു RBI. ആമുഖകാലത്ത് RBIയുടെ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. പിന്നീടാണ് മുംബൈയിലേക്ക് മാറ്റിയത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ രാജ്യത്ത് 500-ലധികം പ്രിൻസ്ലി സ്റ്റേറ്റുകൾ, ആധികാരിക രാജവാഴ്ച നടന്നിരുന്ന നാടുകൾ ഉണ്ടായിരുന്നു. ഓരോ രാജ്യത്തിനും തങ്ങളുടേതായ ഭരണവ്യവസ്ഥയും രാജ്യങ്ങൾക്ക് സ്വന്തമായ നാണയങ്ങളും ഉണ്ടായിരുന്നു. 1947 മുതൽ 1949 വരെ ഇന്ത്യയുടെ ഐക്യത്തിൽ ഈ നാട്ടുരാജ്യങ്ങൾ ലയിച്ചതിനു ശേഷം നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന പഴയ നാണയങ്ങൾ RBI വഴി പിൻവലിക്കുകയും പുതിയ ഭാരതീയ രൂപ മാറ്റി നൽകുകയും ചെയ്തു. ഹൈദരാബാദ്, ട്രാവൻകൂർ, ബറോഡ, ജുനാഗഡ് തുടങ്ങിയ പ്രധാന നാടുകളിലെ സ്വന്തമായ നാണയവ്യവസ്ഥ 1950-കൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും റദ്ദാക്കി. 1950 പുതിയ ഭരണഘടനയും ഇന്ത്യയുടെ ഔദ്യോഗിക രൂപയുടെ ആവിഷ്കരണവും വന്നതോടെ എല്ലാ പ്രാദേശിക നാണയങ്ങളും അസാധുവായി. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ കീഴിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ 1 രൂപ നോട്ട് 1949 ജൂലൈ 1 പുറത്തിറക്കിയത്. ഇതിന് ഒരു ചരിത്ര പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു. 1 റുപ്പി നോട്ട് 1949 ഇഷ്യൂ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു നോട്ടിൻ്റെ പേര്. ആദ്യമായി ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ പടം ഒഴിവാക്കി പുതിയ ഇന്ത്യയുടെ ചിഹ്നമായ അശോക സ്തംഭം ഉപയോഗിച്ചാണ് ഈ നോട്ട് പ്രസിദ്ധീകരിച്ചത്. 1957 ഇന്ത്യ ഡെസിമൽ സിസ്റ്റം സ്വീകരിച്ചു. 1 രൂപ സമം 100 നയാ പൈസ. ഇന്ത്യൻ പുതിയ പൈകൾ. പുതിയ പൈകൾ പുറത്തിറക്കിയപ്പോഴാണ് നയാ പൈസ എന്ന പേര് ഉപയോഗിച്ചത്. ഇത് പഴയ പൈകളുമായി കുഴപ്പമാകാതിരിക്കാനാണ്. എന്നാൽ 1964 നയ എന്ന പദം ഒഴിവാക്കുകയും അതിനുശേഷം അതിനെ വെറും പൈസ എന്ന് വിളിക്കുകയും ചെയ്തു. ഡെസിമലൈസേഷന് മുൻപ് ഇന്ത്യയിൽ 1 രൂപ സമം 16 അണകളും 1 അണ 4 പൈയുമായിരുന്നു. എന്നാൽ 1957 ഈ ഒരു ധനകാര്യ മാറ്റം ഇന്ത്യ സ്വീകരിച്ചപ്പോൾ വലിയൊരു പരിഷ്കാരം തന്നെ ഇന്ത്യയിൽ ഉടലെടുക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന 1 രൂപ 100 പൈ എന്ന സംവിധാനം അതിൻ്റെ ഫലമാണ്. 1960 മുതൽ 1980 കാലഘട്ടത്തിൽ 1 പൈസ മുതൽ 20 പൈസ വരെ അലൂമിനിയം നാണയങ്ങളാക്കി ഇറക്കി. 1980 മുതൽ 1990 കാലഘട്ടത്തിൽ 10, 25, 50 പൈ, 1 രൂപ സ്റ്റീൽ നാണയങ്ങൾ ഇറക്കി. ഇതിലൂടെ 1 രൂപ നാണയം ജനപ്രിയം ആവുകയും ചെയ്തു. 1990, 2000 കാലഘട്ടത്തിൽ 2, 5 രൂപ നാണയങ്ങൾ എത്തുകയും 1, 2, 5, 10 രൂപ നാണയങ്ങളും വ്യത്യസ്ത വലിപ്പത്തിൽ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. 1 പൈസ മുതൽ 50 പൈസ ഉൾപ്പെടെ 2011 സർക്കാർ ഔദ്യോഗികമായി റദ്ദാക്കി. 2016 നവംബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി 8 മണിക്ക് നടത്തിയ പ്രസംഗത്തിൽ ആ രാത്രി മുതൽ 500 രൂപയും 1000 രൂപയുമുള്ള നോട്ടുകൾ നിയമപരമായി നിരോധിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ തന്നെ കള്ളപ്പണം, ബ്ലാക്ക് മണി നിയന്ത്രിക്കാനും നോട്ടുകൾ വഴി നടക്കുന്ന ഭീകരധന സംഭരണം തടയാനും ഫേക്ക് കറൻസി ഉപയോഗം കുറയ്ക്കാനും ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതുമായിരുന്നു. പിന്നീട് 2 ദിവസത്തിനു ശേഷം നവംബർ 10 മുതൽ റിസർവ് ബാങ്ക് വഴി പുതിയ 500 രൂപയും പുതുതായി രൂപകൽപ്പന ചെയ്ത 2000 രൂപയും പുറത്തിറക്കി. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് 2000 രൂപ നോട്ടുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ സാധിക്കാത്തത് കാരണവും ഈ നോട്ടുകൾ കള്ളനോട്ടായി ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുമൊക്കെ കൊണ്ട് 2023 2000 രൂപ നോട്ടിൻ്റെ പ്രസിദ്ധീകരണം RBI നിർത്തുകയും നിലവിലുള്ള നോട്ടുകൾ പതിയെ ഒഴിവാക്കാനായുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. 2017 ഓഗസ്റ്റ് 25 200 രൂപയുടെ നോട്ടുകൾ നിലവിൽ വന്നു. 2000 രൂപയുടെ നോട്ടിന് ശേഷമുള്ള പുതിയ മൂല്യവിഭാഗമായിരുന്നു ഇത്. നാണ്യക്ഷാമം കുറയ്ക്കാനായും ചെറിയ ഇടപാടുകൾ സുഗമമാക്കാനുമായാണ് 200 രൂപയുടെ നോട്ടുകൾ അവതരിപ്പിച്ചത്. 2019 ഏപ്രിൽ 1 പുതിയ രൂപത്തിലുള്ള 20 രൂപ നാണയം കൂടി പുറത്തിറങ്ങിയത്. ഇത് ഇന്ത്യയിൽ പുറത്തിറങ്ങിയ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള നാണയമാണ്. ഇന്ത്യയിൽ 10 രൂപ നാണയം ആദ്യമായി പരിചയപ്പെടുത്തിയത് 2005 ഇതിൻ്റെ ഉദ്ദേശം വലിയ നാണയങ്ങളുടെ ആവശ്യകതയെ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായായിരുന്നു. പിന്നീട് വിവിധ രൂപകൽപ്പനകളിൽ 2008, 2010, 2011, 2019 വർഷങ്ങളിൽ ഇറക്കുകയും ചെയ്തു.
ഭാവിയിൽ ഇന്ത്യൻ കറൻസിയെക്കുറിച്ചുള്ള പദ്ധതികൾ വിവിധ മേഖലകളിൽ ഉൾക്കൊള്ളുന്നു. ഇതിനായി RBI ഉടമസ്ഥതയിലുള്ള സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി CBDC ഡിജിറ്റൽ രൂപ പദ്ധതികൾ തയ്യാറാക്കുന്നു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം പണമിടപാടുകളിലെ സൗകര്യവും ചെലവ് കുറയ്ക്കലും നോട്ടുകൾ അച്ചടിക്കുന്നതിൽ നിന്നുള്ള ആശ്രയത്തെ കുറയ്ക്കുക എന്നതുമാണ്. 2 രൂപത്തിൽ ഇത് ലഭ്യമാകും. ഒന്ന്, റീറ്റെയിൽ CBDC. ഇത് പൊതുജനത്തിന് മൊബൈൽ ആപ്പുകൾ വഴി ഉപയോഗിക്കാനും മറ്റൊന്ന് ഹോൾസെയിൽ CBDC ബാങ്കുകൾക്കിടയിലെ ഇടപാടുകൾക്കായി ഉപയോഗിക്കാനുമായാണ്. ഇതിനോടൊപ്പം സുരക്ഷിതമായ ഫീച്ചറുകൾ ഉപയോഗിച്ച് ഹോളോഗ്രാഫിക് ത്രെഡ്സ്, കളർ ഷിഫ്റ്റിംഗ് ഇങ്ക്സ്, മൈക്രോ ടെക്സ്റ്റ് ആൻഡ് നാനോ ടെക്സ്റ്റ്, UV ഫീച്ചേഴ്സ് പോലുള്ള ഉയർന്ന സുരക്ഷാ സവിശേഷതകളുള്ള നോട്ടുകൾ ഇറക്കാനുമാണ്. പരിസ്ഥിതി സൗഹൃദ പേപ്പർ അച്ചടിക്കലും പൂർണ്ണമായി റീസൈക്കിൾ ചെയ്യാവുന്ന പാക്കേജിങ്ങും ഒക്കെയാണ് ലക്ഷ്യം. നോട്ടുകളുടെ വിതരണം, കണക്കുകൂട്ടൽ, തിരിച്ചറിയൽ എല്ലാം ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളിലേക്ക് മാറുന്നു. UPI, റുപേ, ഭീം പോലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങൾക്ക് മുൻഗണനയും ഉറപ്പാക്കുന്നു. RBIയും ധനമന്ത്രാലയവും ചേർന്ന് ഇന്ത്യയെ കൂടുതൽ ലഘുവായ ഡിജിറ്റൽ കറൻസി അധിഷ്ഠിത സാമ്പത്തിക സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുകയാണ്.